أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم 31 تصاريف مختلفة في المعتل اللام ലാം ഫിഅൽ മുഅ്തലായ ഫിഅലിന്റെ വ്യത്യസ്തങ്ങളായ തസ്രീഫുകളെ കുറിച്ചാണ് പറഞ്ഞത്. യുസാഖു ഇസ്മുൽ മഫ്ഊലി മിന സുലാസിയിൽ മുജറദിൽ വാവിയായ മുജറദായ സുലാസിയിൽ നിന്നുള്ള ഇസ്മു മഫ്ഊൽ അതിനെ നിർമ്മിക്കപ്പെടും. അലാ നഹ്വി മഖ്സുബിൻ, മഖ്സുബ് എന്ന മോൾ മസ്നുബ് പോലോത്തതിൻ്റെ മേൽ നിർമ്മിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ ഏതാണ്ട് ഇതേ കോലത്തിൽ നിർമ്മിക്കപ്പെടും. അസ്ലുഹ, ഇതിൻ്റെ അസ്ല് മഖ്സൂബുൻ എന്നാണ്. മഖ്സൂബുൻ മഫ്ഊലുൻ ഇതാണ്. ഉദ്ഗിമത്തിൽ വാവു ഫിൽ വാവി, ആ മഫ്ഊലിൻ്റെ വാവ് ഉണ്ടല്ലോ, മഫ്ഊൽ എന്ന് പറഞ്ഞെടുത്ത് ആ വരുന്ന വാവ് ഇതായിട്ട് വരുന്നത് മഫ്ഊൽ. ഒരു സാധനത്തിന് ഒരു മസ്തറിനെ നമ്മൾ ഇസ്മു മഫ്ഊലിലേക്ക് മാറ്റുമ്പോൾ അതിൽ രണ്ട് സംഗതിയാണ് ഇതായിട്ട് വരും. ഒന്നെന്താണ് മീമ്, മഫ്ഊൽ എന്ന് പറഞ്ഞ സമയത്ത് മീമ് ഇതായിട്ട് വരും. പിന്നെ ഐൻ ഫിഅലിന് ശേഷം വാവും വരും സുലാസി മുജറദ്. അതിന് മഫ്ഊലിൻ്റെ വാവ് എന്ന് പറയും. അപ്പോൾ ആ ഇസ്മു മഫ്ഊലിൻ്റെ വാവും നമ്മളെ ലാം ഫിഅലായ വാവും, ലാം ഫിഅലായ വാവുമ്മൽ ഹർക്കത്തുണ്ട്, ഇസ്മു മഫ്ഊലിൻ്റെ വാവുമ്മൽ എന്തില്ല, ഹർക്കത്തൊന്നുമില്ല. അപ്പം അതിന് രണ്ടുപേരും കൂടി കൂട്ടിയാണ്ട് ഇദ്ഗാം ചെയ്തിട്ട് മഖ്സുബുൻ എന്നാക്കും. വമിനൽ യാഇയിൽ നിന്ന് അലാ നഹ്വി മർമിയുൻ, മർമിയുൻ പോലോത്തതിൻ്റെ മേലാണ് ഇസ്മു മഫ്ഊൽ നിർമ്മിക്കപ്പെടുക. അതിൻ്റെ അസ്ൽ എന്താണ്, മർമൂയുൻ എന്നാണ്. മർമൂയുൻ ഉലിബത്തിൽ വാവു യാഅൻ, വാവിനെ മറിച്ച് യാ ആക്കി. ഏത് വാവിനെ? ഈ മീമിൻ്റെ ശേഷമുള്ള വാവിനെ. എന്നിട്ടോ വ കുസിറ മാ ഖബ്ലഹ, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കിസ്റും ചെയ്യപ്പെടും. കാരണം അതിന് ന്യായം പറയുകയാണെങ്കിൽ അന്നൽ വാവ് വൽ യാ ഇദജ്തമഅതാ ഫീ കലിമത്തിൻ വാഹിദത്തിൻ, ഒരു വാവും ഒരു യാവും ഒരു കലിമത്തിൽ ഒരുമിച്ച് കൂടിയാൽ വകാനത്തിൽ ഊലാ മിൻ ഹമാ സാക്കിന, അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നാമത്തേത് അത് സുക്കൂനുള്ളതാവുകയും ചെയ്താൽ, അതിൽ നിന്നുള്ള ഒന്നാമത്തേത് സുക്കൂനുള്ളതാവുകയും ചെയ്താൽ, ഇപ്പം മർമൂയുൻ എന്ന് പറഞ്ഞു കൊടുത്ത് മീമിന് ശേഷമുള്ള വാവുമ്മൽ ഹറക്കത്തൊന്നുമില്ല, സുക്കൂനാണ്. തൊട്ടടുത്തുള്ള അക്ഷരമായ യാ അതിന് ഹറക്കത്തുണ്ട്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തുഖലബുൽ വാവു യാ അൻ, വാവനെ മറിച്ച് യാ ആക്കപ്പെടും. അപ്പം എന്താ, ഇവ തുദ്ഗമുൽ യാ ഫിൽ യാ, യാഇന് യാഇൽ ഇദ്ഗാം ചെയ്യപ്പെടുകയും ചെയ്യും. അത് മർമുയ്യുൻ എന്നായി. പിന്നെ ഈ യാ ഉച്ചരിക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ട് മീമിൻ്റെ ദമ്മത്ത് മാറ്റിയാണ്ടിട്ട് കസറത്ത് കൊടുത്തു. അപ്പോൾ മർമിയുൻ എന്നായി. അപ്പോൾ ഉച്ചരിക്കാനൊരു സുഖമായി. വതഖൂലു ഫീ സീഗത്തി ഫഊൽ മിനൽ വാവി, വാവിയിൽ നിന്നുള്ള ഫഊൽ സീഗയിൽ നീ പറയും അദുവ്വുൻ എന്ന് പറയും. ഫആല്, മിഫ്ആല്, ഫഊൽ, ഇങ്ങനെ കുറച്ച് സീഗകളുണ്ട്. അംസിലത്തുൽ മുബാലഗ എന്ന് പറയുന്നത്. ഒരു ആളിപ്പം ദാരിബ് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന ഓന് ഒരു ദാരിബാണ്, കുട്ടികളെ തല്ലുന്ന ആളാണ് അർത്ഥം, അല്ലെങ്കിൽ ആൾക്കാരെ തല്ലുന്ന ഒരാളാണ്. അല്ലെങ്കിൽ പറയും ഓൻ ലാലിമാണ് എന്ന് പറയും. ലാലിം എന്ന് പറഞ്ഞാൽ അക്രമിയാണ്. അക്രമി എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി അക്രമി, അത്യാവശ്യം അതിക്രമമൊക്കെ അവനക്ക് ഉണ്ട് ഒരർത്ഥമുള്ള. ഓൻ വലൂമാണ് എന്ന് പറയും. വലൂം എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെറും കച്ചറയാണ് എന്നർത്ഥം. വെറും കച്ചറയാണ്, വെറും കച്ചറക്കാരൻ, അതാണ് വലൂം. വല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിയായി അക്രമം നടത്തുന്നത്. ഓൻ്റെ സ്ഥിരം പരിപാടി റോട്ടുമല്ല ഇറങ്ങിയാൽ എന്തെങ്കിലും ഉൽമ അടിച്ചാൽ നമുക്ക് കയറില്ല, ഇങ്ങനത്തവനാണ്, വല്ലാമാണ്. അതാണ് ഈ ഫആല്, മിഫ്ആല്, ഫഊല് പോലുള്ള വസ്നുകളുടെ പേരിൽ ഇസ്മുകളുടെ പ്രത്യേകത. വദൂദ് എന്ന് പറഞ്ഞാൽ അതിയായി സ്നേഹമുള്ളവൻ, അതിയായ വാത്സല്യമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം വതഖൂലു ഫീ സീഗത്തി ഫഊൽ മിനൽ വാവി, വാവിയിൽ നിന്നുള്ള ഫഊൽ സീഗയിൽ നീ പറയും ഇദ്ഗാമിൽ വാവി ഫിൽ വാവി, വാവിനെ വാവിൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് നീ അദുവ് എന്ന് പറയും. വൽ അസ്ലു, അതിൻ്റെ അസ്ല് അദൂവ് എന്നാണ്. സാക്കിനായ വാവിനെ മുതഹരിക്കായ വാവിനാണ് ഇദ്ഗാം ചെയ്തു.
വമിനൽ യാഇയിൽ നീ പറയും ബഗിയുൻ എന്ന് പറയും. ബഗൂയുൻ എന്നാണ് ഉണ്ടാവുക. ബാഗിൻ ബഗായ ബിഗി ബാഗിൻ എന്നാണ് അതിൻ്റെ ഇസ്മു ഫാഇൽ ഉണ്ടാവുക. ബാഗി പിന്നെ യാഇനെ കളഞ്ഞിട്ട് തൻവീൻ കൊടുക്കും. അപ്പോൾ അത് ബാഗിൻ എന്നായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സംഗതി. അതിൻ്റെ ഇസ്മു ഫാഇൽ ബാഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തെമ്മാടിത്തം ചെയ്യുന്നവൻ, അതായത് തെമ്മാടിയാണ്, ഒരു ഓർഡിനറി എന്നൊരർത്ഥമാണ്. ഓനൊരു ബഹിയാണ് എന്ന് പറഞ്ഞാൽ പച്ച തെമ്മാടിയാണ്. തെമ്മാടിത്തേ അവൻ ചെയ്യുള്ളൂ, വേണ്ടാത്രയും കാട്ടുള്ളൂ. അവനെ കുറിച്ചാണ് ബഹിയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന രൂപം എന്താണ്? ബഹൂയ് ആണ്, ഫഊല് ആണ്. വാവ് സാക്കിനായ വാവും മുതഹരിക്കായ യാവും ഒരു കലിമത്തിൽ ഒരുമിച്ച് കൂടിയപ്പം വാവിനെ മറിച്ചാണ് യാ ആക്കി. എന്നിട്ട് യാഇന് യാഇൽ ഇദ്ഗാം ചെയ്തു, ബഹുയ്യ് എന്നായി. പിന്നെ യാ ഉച്ചരിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ട് വമ്മത്ത് മാറ്റിയാണ് കസറത്താക്കി, ബഹുയ്യുൻ എന്നായി. ഇത്രയപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ തഖൂലു ഫി ഫഈലി മിനൽ വാവി, വാവിയിൽ നിന്നുള്ള ഫഈൽ വസ്ൽ, ഫആല് മിഫ്ആല് ഫഊല് ഫഈൽ, ഈ ഫഈൽ വസ്നിൽ നീ പറയും സ്വബിയ്യുൻ എന്ന് പറയും. വൽ അസ്ലു സ്വബീവുൻ എന്നാണ് ഉണ്ടാവുക. സ്വബായസ്ബു സ്വബുവത്തൻ, കുട്ടി ആയി തീർന്നു എന്നർത്ഥം. ഇവിടെ സ്വബിയ്യ് എന്ന് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടി എന്നുള്ള അർത്ഥമാണ്. നന്ന കുട്ടി, കുട്ടിതം വിട്ടുമാറാത്തവൻ എന്നൊരു അർത്ഥമാണ് സ്വബിയ്യിന് എന്നുള്ളത്. അപ്പോൾ അവിടെ സ്വബിവുൻ എന്നാണുള്ളത്. സ്വബിവുൻ എന്നാണ് അസ്ലുള്ളത്. മുതഹരിക്കായ വാവും യാവും ഒരു കലിമത്തിൽ ഒരുമിച്ച് കൂടി. അപ്പം എന്തായി? വാവിനെ മറിച്ചാണ്ട് യാ ആക്കി. അപ്പം സ്വബിയുൻ എന്നായി. അപ്പം ഇത്ര സംഭവിച്ചത് ഇവിടെ. അല്ല, സ്വബിയുൻ. അതെ. വമിനൽ യാഇയിൽ നിന്ന് നീ പറയും ശരിയ, ശരിയ് എന്ന് പറയും. ശരിയ് എന്ന് പറയും. ശരീയ് എന്നാണ് അസ്ലുണ്ടാകുക. അപ്പോൾ എഴുതിയോട്ട് തെറ്റിയിട്ടുണ്ട്. ശരിയ് എന്ന് പറയും. വൽ അസ്ലു ശരീയുൻ, ഇങ്ങനെയുള്ളത് ഫഈൽ വസ്ന് ശരീയ്. അവിടെ യാഇന് യാഇലാണ്ട് ഇദ്ഗാം ചെയ്താൽ മതി, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ശരിയുൻ എന്നായി. വഅമ്മ സുലാസിയുൽ മസീദു ഫീഹി തുഖ്ലബു വാവുഹു യാഅൻ. ഈ സുലാസി മസീദ് ഫീഹി അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സുലാസി മുജറദിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സുലാസി മസീദ് ഫീഹിയെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തുഖ്ലബു വാവുഹു യാഅൻ, അതിൻ്റെ വാവിന് യാ ആയിട്ട് മറിക്കപ്പെടും. കാരണം ലിഅന്ന കുല്ല വാവിൻ വഖഅത് റാബിഅതൻ ഫസാഇദൻ, തീർച്ചയായിട്ടും നാലാമതായിട്ടോ അല്ലെങ്കിൽ അഞ്ചാമതായിട്ടോ ആറാമതായിട്ടോ ഒക്കെ വരുന്ന ഏത് വാവും ഇസ്മൻ കാനൗ ഫിഅലൻ, ആ വാവ് ഉള്ള കലിമത്ത് ഇസ്മാവട്ടെ ഫിഅലാവട്ടെ ഏതായാലും ശരി, വലം യകുൻ മാ ഖബ്ലഹാ മദ്മൂമൻ, അതിൻ്റെ മാ ഖബ്ല് വമ്മ് ചെയ്യപ്പെട്ടതും ആയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ഖുലിബത്തിൽ വാവു യാ, വാവിനെ മറിച്ച് കണ്ടിട്ട് യാ ആക്കപ്പെടും എന്ന് എന്ന് പറയും. സുലാസി മസീദ് ഫീയിൽ മാദിയിൽ അഅ്തവ എന്നാണ് അസ്ല്. അതുപോലെ ഇസ്മു മഫ്ഊൽ മഅ്തി എന്ന് പറയും. അല്ല, സോറി, മുഅ്തി എന്ന് പറയും. മുഅ്തിവുൻ എന്നാണ് അസ്ല്. മുഅ്തി എന്ന് പറയും, മുഅ്തിവുൻ ആണ് അസ്ല്. വാവിനെ മറിച്ചാണ് യാ ആക്കും. വാവ് മുതഹരിക്ക് മാ ഖബ്ല മക്സൂറുമായപ്പോൾ വാവിനെ മറിച്ച് യാ ആക്കി, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ യുഅ്തി എന്ന് പറയും, യഅ്തദ യഅ്തദി എന്ന് പറയും, ഇസ്തർഷ യസ്തർഷി എന്ന് പറയും. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മൾ ഖായിദ എന്താ പറഞ്ഞത്? ഏത് വാവും നാലാമതായിട്ടോ അഞ്ചാമതായിട്ടോ ആറാമതായിട്ടോ ഒക്കെ വന്നു, ഇസ്മാവട്ടെ ഫിഅലാവട്ടെ, അതിൻ്റെ മാ ഖബ്ല് മദ്മൂമല്ല എങ്കിൽ ആ വാവിനെ മറിച്ച് യാ ആക്കും. ഫത്ഹ് എന്നാലോ ഒക്കെ ഈ യാ ആക്കല്ല, വാവിനെ മറിച്ച് അലിഫാക്കെ ചെയ്യുക ഫത്ഹാവുമ്പോൾ. അഅ്ത എന്ന് പറഞ്ഞൊരു അലിഫല്ലാണ് എഴുതുമ്പോൾ നമ്മളതിന് യാൻ്റെ രൂപത്തിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിലും ഉച്ചാരണത്തിൽ ഇത് അലിഫാണ്. പറഞ്ഞോടത്ത് മിസ്റ്റേക്ക് ഒന്നും ഏതാണ്, അങ്ങനല്ലേ. അതിൻ്റെ മാ ഖബ്ല് മദ്മൂമല്ല, മദ്മൂമോ മഫ്തൂഹോ അല്ല എങ്കിൽ ആ വാവിനെ മറിച്ചാണ്. മാ ഖബ്ല് മക്സൂറാണെന്നുണ്ടെങ്കിൽ വാവിനെ മറിച്ച് യാ ആക്കും. യുഅ്തി, മുഅ്തി, യഅ്തദി, യസ്തർശി എന്നൊക്കെ പറഞ്ഞതുപോലെ. പിന്നെ മാ ഖബ്ല് മഫ്തൂഹാണെന്നുണ്ടെങ്കിലോ
വാവിനെ മറിച്ച് കണ്ടിട്ട് അലിഫാക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നാൽ ഇത് വമീറുമായിട്ട് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ, റഫ്ഇന്റെ വമീർ ഫാഇലിന്റെ വമീറുമായിട്ട് ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ വേറെ രൂപം ഉണ്ടാവുക. അവിടെ വമ അത്തിസാലി വമീരി, വമീർ ചേർന്ന് വരലോടുകൂടെ നഖൂലു നമ്മൾ പറയും അഅതൈതു എന്ന് പറയും. അഅതയ അഅതൗ അഅത എന്തേ അഅതയ അഅതൗ. എന്താണ് കാരണം? വാവുൽ ജമാഅ ചേർന്ന് വരുന്നത് എന്തിനോടാണ്? ഫതഹത്തുള്ള അക്ഷരത്തിനോടാണ്. അപ്പൊ എന്താ ഫതഹത്ത് അവിടെ നിലനിർത്താം. ഇവിടെ എന്താ ഉണ്ടായത്? അലിഫുൽ ഇസ്നൈനിന്റെ കൂടെ ഈ തിരിച്ചു വരും. ഇവിടെ അലിഫാക്കി മറിച്ച അത് അലിഫുൽ ഇസ്നൈനിന്റെ കൂടെ തിരിച്ചു വരും. അതുപോലെ അവിടെയും യാ തിരിച്ചു വരും. അപ്പം ഹറക്കത്തുള്ള ലമീറിന്റെ കൂടെ ആവുമ്പം ഈ യാ തിരിച്ചു വരും. ആ യാ ഉമ്മിൽ സുക്കൂനാണ് ഉണ്ടാകുക. അലിഫുൽ ഇസ്നൈനിന്റെ കൂടെ വരുമ്പോൾ യാ തിരിച്ചു വരും. യാ ഉമ്മിൽ ഫതഹാണ് ഉണ്ടാവുക. അപ്പയാ എന്നില്ലേ? പിന്നെ ഇങ്ങനെ പോകും. അതുപോലെ اعتديا اعتدوا اعتدت اعتدتا اعتدينا اعتديت اعتديتما അങ്ങനെ പോകും. അതുപോലെ ഇസ്തർഷയ അങ്ങനെ പോകും. തഗാസ തഗാസയ അങ്ങനെ പോകും. തറാജ തറാജയ അങ്ങനെ. അതുപോലെ ബാക്കിയുള്ളതൊക്കെ തഗാസൗന തറാജൗന. ഇതാണ് ഇതിന്റെ അസ്ല്. തഗാസവ എന്നാണ് അസ്ല്. വാവിനെ കുറച്ച് അലിഫാക്കിയതാണ്. തഗാസ എന്നായി. പിന്നെ തഗാസയ എന്നാക്കും. തഗാസവ എന്നാക്കൂല. അവിടെ അലിഫുൽ ഇസ്നൈനിന്റെ കൂടെ ഇതിനെ യാ ആക്കിയാണ് കൊണ്ടുവരിക. തഗാസവ എന്ന് പറയില്ല, അങ്ങനെ പറയില്ല. സുലാസി മസീദ് ഫീഹിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ അക്ഷരം എന്താണെങ്കിലും ശരി, അതിനെ പിന്നെ അലിഫുൽ ഇസ്നൈനിന്റെ കൂടെ വരുമ്പോൾ യാ ആയിട്ട് ഉച്ചരിക്കും. അതുപോലെ മറ്റ് വമീറുകളുടെ കൂടെ വരുമ്പോഴും യാ ആയിട്ടാണ് കൊണ്ടുവരിക. വാവുൽ ജമാഅത്തിന്റെ കൂടെ പിന്നെ അതിനാണ് കളയും. അപ്പോൾ കൈഫ തസൂ ഇസ്മൽ മഫ്ഊലി മിനൽ മുജറദി വൽ മസീദ് ഫീഹി. മുജറദിലും മസീദ് ഫീഹിയിൽ നിന്ന് ഇസ്മ മഫ്ഊൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? മാ ഹുവ ഹുക്മുൽ വാവി ഫി സുലാസിയിൽ മസീദ്. സുലാസി മസീദിലുള്ള വാവിന്റെ ഹുക്ം എന്താണ്? ഇദാ വഖഅത റാബിഅതൻ ഫസാഇദ. അത് നാലാമത്തതോ അഞ്ചാമത്തതോ ഒക്കെ ആയി വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ വാവിന്റെ അവസ്ഥ എന്താണ്? മാദിയിൽ ദമീറൊന്നും ചേർന്ന് വരാത്ത മാദിയിൽ, മാദി മുദക്കർ മുഫ്രദിൽ ഫിഅലുൻ മാദിൻ മഅറൂഫുൻ മുഫ്രദുൻ ലിദ്ദകരിൽ ഗായിബി എന്ന് പറഞ്ഞ നമ്മുടെ ഫഅലയിൽ എന്ത് ചെയ്യും? ആ വാവിനെ മറിച്ച് അലിഫാക്കും. അലിഫുൽ ഇസ്നൈനി ചേർന്ന് വരുമ്പം ആ വാവിനെ മറിച്ചാണ്ട് യാ ആക്കും. സുലാസി മസീദിൽ വാവുൽ ജമാഅത്തിന്റെ കൂടെ അതിനാണ് കളയും. ഇനീസ് സാക്കിനന്റെ കൂടെയും കളയും. നൂനുൽ ഇനാസിന്റെ കൂടെ ആ അലിഫിനെ നമ്മൾ യാ ആക്കി മറിക്കും, വാവാക്കി മറിക്കില്ല. പിന്നെ അസുല് വാവാണെന്നുള്ളതൊന്നും കാര്യമില്ല. അസുലിലേക്ക് മടങ്ങൂല. പിന്നെ യാ ആക്കിയേ മറിക്കുള്ളൂ. പിന്നില്ലേ അപ്പോൾ മുസന്നിഫ് പറഞ്ഞ രൂപത്തിൽ നമ്മളൊന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അസുല് അത്തവ എന്നാണ്. അപ്പോൾ അത് സുലാസി മസീദ് ഫീഹി ആയതുകൊണ്ടിട്ട് ആ യാ വാവിനെ മറിച്ച് യാ ആക്കി. അപ്പം അങ്ങനെ അത്തയ എന്നായി. പിന്നെ യാ മുതഹരിക്കും മാ ഖബ്ലു മഫ്തൂഹ, അപ്പോൾ യാഇനെ മറിച്ച് അലിഫാക്കി എന്നായി. ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പം സുലാസി മസീദ് ഫീഹിൽ അസുൽ ഇപ്പം എന്താണ്? അത്തയ ആണ്. അപ്പം പിന്നെ അലിഫുൽ ഇസ്നൈനി ചേർന്ന് വന്നപ്പോൾ ഈ അലിഫിനെ അതിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് മാറ്റി. അലിഫിന് മുമ്പത്തെ അവസ്ഥ എന്താ? യാ. അടിസ്ഥാന അവസ്ഥ വാവാണ്. ആ വാവിനെ പിന്നെ നമ്മൾ സുലാസി മസീദ് ഫീഹി ആയപ്പം യാ ആക്കി മാറ്റി. ആ യാഇനെ പിന്നെ നമ്മൾ അലിഫാക്കി മാറ്റി. അതാണ് ആയത്. പിന്നെ അലിഫുൽ ഇസ്നൈനി അത്തനോട് ചേർന്ന് വന്നപ്പം
ഈ അലിഫിനെ അതിൻ്റെ മുമ്പത്തെ അവസ്ഥയിലേക്ക് മാറ്റി. തൊട്ടുമ്പത്തെ അവസ്ഥ എന്താണ്? യാ ആണ്. അപ്പോൾ ഖയാ എന്നായി. അങ്ങനെ മൂപ്പര് പറഞ്ഞതിന് നമുക്ക് വജ്ഹ് ഉണ്ടാക്കാം. അതായത് അക്കാഡമിസ്റ്റിൻ്റെ സംസാരമല്ലേ, നമ്മളത് വെറുതെ മോശമാക്കണ്ടല്ലോ. ബയ്യൻ എന്ന് വിചാരിച്ചിട്ട് അക്കാഡമിസ്റ്റുകൾ പറഞ്ഞത് മുഴുവനും നമ്മളിങ്ങനെ വലിച്ചു കിട്ടാൻ നിൽക്കണ്ട. എവിടെയെങ്കിലുമൊക്കെ വജ്ഹ് വക വെച്ച് കൊടുക്കാണ്ടിട്ട് ഒരാ പറഞ്ഞതിനെ നേരാക്കി എടുക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ഉണ്ടാക്കണം. ചവിട്ടിക്കുത്തരുത് ഒരാളെയും, അനാവശ്യമായിട്ട് ഒരാളെയും ചവിട്ടിത്തേക്കരുത്. അയാളാ പറഞ്ഞെടുത്ത് നല്ലൊരു വജ്ഹ്, നമുക്ക് എന്തെങ്കിലും ഒരു ഹൈറായ വജ്ഹ് വെച്ചു കൊടുക്കാണ്ടെങ്കിൽ വെച്ചു കൊടുക്കണം. അവിടെ അതൊന്നും കാണുന്നില്ല. അയാളെ നന്നാക്കാൻ നിന്ന് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വിഷയം കേടുന്നു പോകും. എങ്കിൽ അത് അവിടെ മൂപ്പർക്ക് പേച്ചിട്ടുണ്ട്, സംഗതി അങ്ങനെയല്ല വേണ്ടി എന്ന് പറയണം. അതാണ് അവിടുത്തെ നീതി. മറ്റ് അത് അങ്ങനെയും ഒരു വജ്ഹുണ്ട് എന്ന് പറഞ്ഞാണ്ടിട്ട് അതിന് തൗജീഹ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയം കേടുവരപ്പം. മനസ്സിലായില്ലേ? ഫിഖാണെന്നുണ്ടെങ്കിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വളരെ ഗൗരവമായി. ദീനിൽ ഒരു തെറ്റായൊരു സംഗതി ശരിയായി മാറും. അങ്ങനെയും ഒരു വജ്ഹുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. ബയ്യിൻ വുജൂഹൽ ഇഅ്ലാലി ഫിൽ കലിമാത്തി ജാരിയ. താഴെ വരുന്ന കലിമത്തുകളിൽ ഈ ഇഅ്ലാലിൻ്റെ വജ്ഹുകളൊക്കെ ഒന്ന് വിശദീകരിക്കാൻ. മഹ്ദി, മർദി, അലി, റദി, നജി, അഅ്ത, ഇഅ്തദ, ഇഖ്തദ, സഫി, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇസ്മുകൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ കുറേ ഫിഅലുകളും കുറേ ഇസ്മുകളും ഒക്കെ തന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഇഅ്ലാലിൻ്റെ വജ്ഹ് വിശദീകരിക്കണം. എന്താ ഇഅ്ലാല്? അതാണ് ഇഅ്ലാല്. അപ്പോൾ ഇവിടൊക്കെ എന്താ സംഭവിച്ചതെന്ന് പറയണം. ബയ്യിൻ ഇസ്മിൽ ഫാഇലി വൽ മഫ്ഊലി മിനൽ കലിമാത്തി അൽ മദ്കൂറത്തി അഅ്ലാഹു. മേലെ പറഞ്ഞ കലിമത്തുകൾ അതിൽ ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും അതൊക്കെ ഒന്ന് വ്യക്താക്കണം. ഇത്രയാണ് ഇതിലുള്ള പണികൾ. ഇനി 32-ാമത്തെ അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കുക. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.